മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഗുൽമാർഗിൽ, അതായത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ ഒരു ഫാഷൻ ഷോ നടന്നിരിക്കുന്നു. ഒരു പ്രമുഖ കമ്പനിയാണ് ഫാഷൻ ഷോ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു മാസം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഒരു പുണ്യമായ മാസമായിട്ടാണ് കാണുന്നത്. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ ഇല്ല. ഒരു മതത്തെ സംബന്ധിച്ച് ഒരു മാസം അവർ പുണ്യമായിട്ട് കാണുന്നു, അതിലൊരു തർക്കവും ഇല്ല. ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട്, അതായത് റമദാൻ മാസത്തിൽ, പുണ്യമാസത്തിൽ ജമ്മു കാശ്മീരെ ഗുൽമാർഗിൽ നടന്ന ഫാഷൻ ഷോയെ വലിയ രീതിയിൽ ഒരു വിഭാഗം ആളുകള് കാശ്മീരിൽ രംഗത്തെത്തിയിട്ട് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുക. മുഖ്യമന്ത്രിക്കെതിരെ അനുമതി കൊടുത്തതിനെതിരെ വലിയ രീതിയിലാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ രാജ്യത്തല്ലേ ഈ ജമ്മു കാശ്മീർ? അല്ലാതെ അഫ്ഗാനിസ്ഥാനിലൊന്നുമല്ലല്ലോ. അഫ്ഗാനിസ്ഥാനിലൊക്കെയാണ് റമദാൻ മാസം എത്തിയാൽ ഒരാളും മറ്റൊരു മതത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും സകലതും സഹിച്ചങ്ങ് അവിടെ ജീവിച്ചോളണം. ഇതൊരു മതേതര രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഈ ഭാരതത്തിൽ നിന്ന്, ഒരു സംസ്ഥാനത്ത് നിന്ന് ഉയരുന്ന ഒരു ശബ്ദമാ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എന്താ അവര് പറയുന്നത്? ഈ പുണ്യമാസത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തരുത്. എന്ത്? നമ്മുടെ രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തും ഫാഷൻ ഷോ ഒക്കെ നടത്തുന്നതിന് യാതൊരു എതിർപ്പോ ഒരു വിഷയവുമില്ല. നമ്മുടെ ഭരണഘടനാപരമായിട്ട്, നമ്മുടെ നിയമപരമായിട്ട് യാതൊരു എതിർപ്പും ഫാഷൻ ഷോ നടത്തുന്നതിൽ ഇല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയുക. പിന്നെ എങ്ങനെയാ റമദാൻ മാസമായതുകൊണ്ട്, പുണ്യമാസമായതുകൊണ്ട് കശ്മീരില് ഈ ഫാഷൻ ഷോ നടത്തിയതിനെതിരെ പ്രതിഷേധിക്കുന്നത്? എന്നെ ഞെട്ടിപ്പിച്ചിട്ടുള്ളത്, ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിരന്തരം ഉയർത്താറുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും. നമുക്ക് ആ ഒരു ഉദാഹരണമൊക്കെ വെച്ച് തന്നെ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് എന്നെ ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം മുന്നോട്ട് വെക്കാം. ഇത് വലിയ രീതിയിൽ പ്രതിഷേധം ജമ്മു കാശ്മീരില് ആളുകൾ നടത്തി. മത നേതാക്കന്മാര് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ്. ഇത്തരം ആളുകൾ രംഗത്തെത്തിയിട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയതോട് കൂടിയിട്ട് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപനം നടത്തി. 24 മണിക്കൂറിനുള്ളിൽ ഈ ഫാഷൻ ഷോ നടത്താൻ അനുമതി കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാനത് വായിക്കാം. പ്രാദേശിക സാഹചര്യം പരിഗണിക്കാതെയുള്ള നടപടിക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചയുടൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് പ്രാദേശികം? ഒരു മതം കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ പ്രാദേശിക വിഷയമാക്കി മാറ്റുകയാണോ? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിട്ട് പറയാണ് അത് ശരിയായില്ല, അതിനെതിരെ നടപടിയെടുക്കുമെന്നുള്ളത്. എന്തൊരു അവസ്ഥയാ! ഈ റമദാൻ മാസം പുണ്യമാവുന്നതൊക്കെ തന്നെ മുസ്ലിം മതത്തെ സംബന്ധിച്ച് മാത്രമാണ്. മറ്റു മതങ്ങളെ സംബന്ധിച്ച് സാധാരണ മാസങ്ങളാണ്. ഇത് സകല സാധാരണ മുസ്ലിങ്ങളെ തിരിച്ചറിയണം. ഈ മുസ്ലിങ്ങളോടല്ലേ നോമ്പ് നോൽക്കാനും മതപരമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്? മതപരമായിട്ടുള്ള ആചാരങ്ങളും അതിന്റെ പ്രാർത്ഥനകളും അതിന്റെ ആരാധനകളൊക്കെ തന്നെ നടത്താൻ പറഞ്ഞത് ആരോടാ? മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് മറ്റുള്ള ആളുകള്, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ഏതാളുകളാണെങ്കിലും അവര് ഫാഷൻ ഷോ നടത്തുന്നതിനെതിരെയൊക്കെ രംഗത്ത് വരുന്നത്? ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലൊക്കെ തീവ്ര ചിന്താഗതിക്കാര് എന്തിനാണ് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്നത്? ഈ രാജ്യം മൊത്തം ഇപ്പോ ഈ ഒരു വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുക. ഈ ഒരു റമദാൻ മാസമായതുകൊണ്ട് ഫാഷൻ ഷോ നടത്താൻ പാടില്ല എന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് നടക്കുന്ന വിഷയം, എന്നിട്ട് അതിന് മുഖ്യമന്ത്രി പോലും കൂട്ടു നിൽക്കുക. ഇതൊക്കെ കശ്മീരിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരും സമാധാനിക്കുന്നു വേണ്ട. അവിടെ ഒരു പ്രോ ലെവൽ വേർഷൻ ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ഒരു നേരിയ വേർഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ കേരളത്തിലുള്ള ഒരു മലയാളിയുടെ FB പോസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നോമ്പില്ലെങ്കിലും പരസ്യമായി വെള്ളം കുടിക്കുന്നതിന് വിയോജിപ്പുണ്ട്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചതിനെ കുറിച്ച്. മുഹമ്മദ് ഷമി എന്താ ചെയ്തോണ്ടിരുന്നത്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തില് നമ്മുടെ കേരളത്തില് മലയാളി ആഹ്വാനം ചെയ്യാ. നിങ്ങൾ കേട്ടില്ലേ? നോമ്പില്ലെങ്കിലും പരസ്യമായി വെള്ളം കുടിക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്തിയിട്ടേ ഉള്ളൂ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇതിൽ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും നമ്മുടെ ഈ സകല ആളുകളും തിരിച്ചറിയണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ മത്സരിക്കുന്ന ഒരു വ്യക്തി, അത് ഒരു മതത്തിന്റെ ആരാധനയൊക്കെ
ആ ഒരു സന്ദർഭത്തിൽ മാറ്റിവെക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത്? മുസ്ലിം മതത്തിൽ തന്നെയില്ലേ ഈ നോമ്പ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് എടുക്കാൻ സാധിക്കുന്നതല്ലേ? അപ്പൊ രാജ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ നോമ്പ് അത് കഴിഞ്ഞിട്ടും എടുത്തുകൂടെ? എന്തെങ്കിലും പ്രശ്നത്തിനുണ്ടോ? എന്നാലും തീവ്ര ചിന്താഗതിക്കാര് വിടൂല, പരമാവധി എന്നിട്ട് ഇത് പ്രചരിപ്പിക്കുക വലിയ രീതിയിൽ. ഇതൊന്നും ശരിയല്ല. ഇത്തരം തീവ്ര ചിന്താഗതിക്കാരാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജമ്മു കാശ്മീരിലെ വിഷയമൊക്കെ ജമ്മു കാശ്മീരിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നതിലപ്പുറം നമ്മുടെ കേരളത്തിലും ഇതേ വിഷയത്തിൽ പല വേർഷനുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. റമദാൻ മാസം സകല ആളുകളും സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയണം, റമദാൻ മാസം പുണ്യമായിട്ട് കാണുന്നത് മുസ്ലിങ്ങളാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് സാധാരണ മാസങ്ങളാണ്. ഓരോ കാര്യവും നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകളെ അടിച്ചേൽപ്പിക്കരുത്. ഇതൊരു അഫ്ഗാനിസ്ഥാനല്ല, ഇതൊരു സിറിയയല്ല, ഇതൊരു ഇറാഖല്ല. ഇതൊക്കെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരങ്ങ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്ത് ജമ്മു കാശ്മീരിൽ ഫാഷൻ ഷോ എടുക്കുന്നതിനൊക്കെ നടത്തുന്നതിനൊക്കെ വലിയ രീതിയിൽ എതിർപ്പ്. ഈ തീവ്ര ചിന്താഗതിക്കാരുടെ ആളുകളുടെ എണ്ണം കൂടിയാലുള്ള വിഷയമാണ് സകലരും തിരിച്ചറിയേണ്ടത്. ഇവരിങ്ങനെ എണ്ണം കൂടി മുഖ്യമന്ത്രിമാര് വരെ, ഒരു മുഖ്യമന്ത്രി വരെ അതിനെ അനുകൂലിച്ച് പ്രഖ്യാപനം പരാതികൾ പോലും എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജമ്മു കാശ്മീരിലുണ്ട്. ഇതേ അവസ്ഥ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കരുത്, ഉണ്ടാവരുത്. അതിന് സകല ആളുകളും ഒരുമിച്ച് തന്നെ ജാതി മതഭേദമന്യേ ഇത്തരം നോമ്പും റമദാനും ഒക്കെ ഉയർത്തിപ്പിടിച്ചിട്ട്, ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് തന്ത്രപരമായിട്ട് പലതും ഇവിടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ശക്തമായിട്ട് ജാതി മതഭേദമന്യേ ബോധമുള്ള സകല ആളുകളും ഒരുമിച്ച് നിന്ന് തന്നെ ചെറുത്തു തോൽപ്പിക്കണം. അങ്ങനെ ചെറുത്തു തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ കേരളത്തില് അങ്ങനെ ചെറുത്തു തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ജമ്മു കാശ്മീരിൽ നിന്ന് കേട്ടതുപോലെ അധികം വൈകാതെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടി വരും. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി തന്നെ ആ ഒരു ഫാഷൻ ഷോക്കെതിരെ പരാതിയൊക്കെ എടുക്കുന്നു, റിപ്പോർട്ട് 24 മണിക്കൂറിനുള്ളിൽ തേടുന്നു. ഈ ഒരു സാഹചര്യം, ജമ്മു കാശ്മീരിലെ ഈ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇല്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം, നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു വ്യക്തി വെള്ളം കുടിച്ചത് പരസ്യമായി ചെയ്തത് തെറ്റാണ് എന്ന്. എന്ത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചത് തെറ്റാണെന്ന് പോലും പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ആളുകൾ പോലും ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളേക്ക് ബോധമുള്ള ജാതി മതഭേദമന്യേ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യണം. ജമ്മു കാശ്മീരിലൊക്കെ നടക്കുന്നത് പോലെയുള്ളൊരു വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടന്നുകൂടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.